നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം രോഹിണി നക്ഷത്രത്തിൻ്റെ അനുയോജ്യമായ തൊഴിലിനെക്കുറിച്ച് പറയാം. മരുന്നുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, നാവികസേന, ജലസേചനം, സാഹിത്യം, കന്നുകാലി വളർത്തൽ, ജ്യോതിഷം, പിന്നെ അതേ കണക്ക് തന്നെ സംഗീതം, കല എന്നീ മേഖലകളിൽ വളരെ നല്ല രീതിയിൽ ശോഭിക്കുന്നതാണ് ഈ ജോലികൾ. ഇത് മാതാപിതാക്കൾ മനസ്സിലാവുകയും ഇതിൻ്റേതായ രീതിയിൽ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് പിള്ളേരെയൊക്കെ ഇതിൻ്റേതായ രീതിയിലൊക്കെ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊഴിൽ കിട്ടുന്നതൊക്കെ തന്നെ ആയിരിക്കും. ആ തൊഴിൽ കിട്ടിയാലും വളരെ നല്ലതിൽ പ്രമോഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ അത്ര നല്ലതല്ല. അതിന് പരിഹാരമായിട്ട് ഇപ്പം ചന്ദ്രശാന്തിൻ്റെ ആ ഒരു അതിൻ്റേതായിട്ടുള്ള ശാന്തി ഹോമങ്ങളും ചന്ദ്രൻ്റെയും അതേ കണക്ക് ശുക്രശാന്തി ഹോമങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതേ കണക്ക് തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ശിവഭഗവാനെ കാണുന്നത്, ശിവഭഗവാൻ ക്ഷേത്രങ്ങളിലേക്ക് ചെന്നിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഈ പറയുന്ന ആ ദശാപഹാരങ്ങളിൽ നല്ലതല്ലാത്ത ആ സമയത്ത് യാതൊരു കുഴപ്പം വരാതെ നല്ല രീതിയിലൊക്കെ പോകാൻ സാധിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രത്തിന് അനുയോജ്യമായിട്ടുള്ള തൊഴിലെന്ന് പറയുന്നത് വസ്ത്രവ്യാപാരം നല്ല ഇത് തന്നെയാണ്. സിനിമാ മേഖല, അത് കണക്ക് മധുരപലഹാര നിർമ്മാണം, ഫോട്ടോഗ്രാഫി, ഡ്രൈവിംഗ്, മൃഗഡോക്ടർ, ഭവന നിർമ്മാണം, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ വളരെ നല്ല രീതിയിലാണ് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകളാണ്. അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് കുജശാന്തി ഹോമങ്ങൾ, അതേ കണക്ക് ബുധശാന്തി ഹോമം, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും വരാതെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് അനുയോജ്യമായിട്ടുള്ള തൊഴിലെന്ന് പറയുന്നത് ടൂറിസം മേഖല, വാഹന മേഖല, ഗവേഷണം, ജ്യോതിഷം, പോലീസ്, പട്ടാളം, ഗണിതം, ഫിസിക്സ്, ബിസിനസ്, ഇതിനകത്തെല്ലാം വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാൻ പറ്റുന്നതാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക്. പിന്നെ അതേ കണക്ക് തന്നെ സൂര്യൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതല്ല. അതിന് പരിഹാരമായി ബുധശാന്തി ഹോമങ്ങൾ, രാഹുശാന്തി ഹോമം എന്നിവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് അങ്ങനേതായിട്ടുള്ള ആ സമയദോഷങ്ങളെല്ലാം മാറി വളരെ നല്ലതാവുന്നതാണ്. അതേ കണക്ക് മണ്ണാറശാലയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രക്കാർ വളരെ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും എല്ലാ രീതിയിലും രക്ഷപ്പെടുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെയാണ് പുണർദം നക്ഷത്രത്തെക്കുറിച്ചായിട്ടാണ് പറയുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് അധ്യാപനം നല്ലൊരു മേഖലയാണ്. ജ്യോതിഷം, അതേ കണക്ക് നല്ല രീതിയിൽ ഉപദേശകൻ, രാഷ്ട്രീയം,
ജേർണലിസം, പരസ്യമേഖല, ഡോക്ടർ, വ്യാപാരം, നേഴ്സ്, ബാങ്കിങ്, ഈ മേഖലകളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇവർക്ക് ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ ദശാപഹാരങ്ങൾ പൊതുവെ ചന്ദ്രൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കത്തില്ല. അതിന് ചന്ദ്രശാന്തി ഹോമങ്ങളും ബുധശാന്തി ഹോമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ശ്രീരാമക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ് പുണർദ നക്ഷത്രക്കാർക്ക്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.